ഇന്ത്യയിലെ ചില സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയാണ് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിക്കുന്നതെന്ന് നമ്മളിന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഇതൊരു സാധാരണ രാഷ്ട്രീയ വിഷയം മാത്രമല്ല കേട്ടോ, ഇതിന് പിന്നിൽ വലിയൊരു ഭൗമരാഷ്ട്രീയ കഥ തന്നെയുണ്ട്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, പശ്ചിമ ബംഗാളിലെയും അസമിലെയും ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങളെ ബംഗ്ലാദേശ് പാർലമെന്റ് എന്തിനാണ് ഇത്ര ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒരല്പം ഭയത്തോടെ ഉറ്റുനോക്കുന്നത്? വളരെ കൗതുകകരമായൊരു ചോദ്യമാണതല്ലേ? ഇതിൻ്റെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അതിർത്തിയിലെ പരിഭ്രാന്തി, ഇതിൻ്റെ യഥാർത്ഥ കാരണം, ചില വിചിത്രമായ പ്രതിരോധ മാർഗങ്ങൾ, നയതന്ത്ര പ്രശ്നങ്ങൾ, നിയമ പോരാട്ടം, പിന്നെ അവസാനമായി താഴെത്തട്ടിലെ യാഥാർത്ഥ്യം എന്നിങ്ങനെ വളരെ കൃത്യമായൊരു ഘടനയിലൂടെയാണ് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം അതിർത്തിയിലെ പരിഭ്രാന്തി. നോക്കൂ, ബംഗ്ലാദേശ് MP ആയ അക്തർ ഹുസൈൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു. ഇത് അവരുടെ ഭരണകൂടത്തിൻ്റെ വലിയൊരു ഭയത്തെയാണ് വരച്ചു കാണിക്കുന്നത്. നമുക്കറിയാം, മ്യാൻമറിലെ റോഹിംഗ്യ പ്രതിസന്ധി ബംഗ്ലാദേശിനെ ശരിക്കും തളർത്തിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഇന്ത്യയിൽ നിന്നുകൂടി ഒരു പുറന്തള്ളൽ ഉണ്ടായാൽ ഈ ജനങ്ങൾ എവിടെ പാർപ്പിക്കും? ഇതാണ് അവരുടെ പാർലമെന്റിൽ ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്ന ഏറ്റവും വലിയ ആശങ്ക. രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ എല്ലാം കാതലായ പ്രധാന പ്രശ്നം. അസമിലെ ഭരണകക്ഷിയും ബംഗാളിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ഇതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിർത്തി വഴിയുള്ള അനധികൃത കുടിയേറ്റം പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്നത് അവിടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല എന്ന അസം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീപ്പൊരി പോലെയാണ് അനുഭവപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ തികച്ചും വിരുദ്ധമായ രണ്ട് നിലപാടുകളാണ് നമ്മൾ കാണുന്നത്. സ്വന്തം രാജ്യത്ത് ദാരിദ്ര്യമില്ല, അതുകൊണ്ട് ആരും ഇന്ത്യയിലേക്ക് കുടിയേറുന്നില്ല എന്നാണ് ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക നിലപാട്. എന്നാൽ മറുവശത്ത് അടുത്തിടെ തിരിച്ചയക്കപ്പെട്ട 20 പേരുടെ ചിത്രങ്ങൾ സഹിതം അസം മുഖ്യമന്ത്രി നിരത്തുന്ന തെളിവുകൾ നോക്കുക. ഇത് ഈ വിഷയത്തിലെ വൈരുദ്ധ്യം വളരെ കൃത്യമായി കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഭാഗം തീവ്രമായ പ്രതിരോധ മാർഗങ്ങൾ. ഇതു കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയിലെ രംഗം പോലെ തോന്നാം, അല്ലേ? പക്ഷേ സത്യമാണ്. സ്മാർട്ട് വേലികൾ കെട്ടാൻ കഴിയാത്ത നദികളിലും തടാകങ്ങളിലും മുതലകളെയും വിഷപ്പാമ്പുകളെയും തുറന്നുവിടാൻ വരെ ആലോചന നടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിശ്വസനീയമാണ്. തീർച്ചയായും മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഇത്തരം അതിരുകടന്ന ആശയങ്ങൾക്കെതിരെ മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി രംഗത്തു വന്നിട്ടുണ്ട്. നാലാമത്തെ ഭാഗം നയതന്ത്ര സംഘർഷങ്ങൾ. സ്വാഭാവികമായും ഇതൊരു നയതന്ത്ര ഏറ്റുമുട്ടലായി മാറിക്കഴിഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ സൗഹൃദത്തെ ബാധിക്കുമെന്ന് കാണിച്ച് ബംഗ്ലാദേശ് ഇന്ത്യൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞർ പറയുന്നത് വേറൊന്നാണ്. അതായത് അനധികൃത കുടിയേറ്റം എന്നത് ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത കടുത്തൊരു യാഥാർത്ഥ്യമാണെന്നും ഇത്തരം സത്യങ്ങൾ അംഗീകരിക്കുന്നതിലാണ് യഥാർത്ഥ സൗഹൃദം ഇരിക്കുന്നതെന്നുമാണ് അവരുടെ വാദം. അഞ്ചാമത്തെ ഭാഗം നിയമ പോരാട്ടം. 1950 ഇമ്മിഗ്രൻസ് എക്സ്പെൽഷൻ ഫ്രം അസാം ആക്ട് നിലവിൽ വന്ന വർഷമാണിത്. ദശാബ്ദങ്ങളായി ഉറങ്ങിക്കിടന്നിരുന്ന ഈ നിയമത്തെ വനങ്ങളും സർക്കാർ ഭൂമികളും അനധികൃത കയ്യേറ്റക്കാരിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് വളരെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് വെറുമൊരു അതിർത്തി കാവൽ എന്നതിലുപരി അതൊരു വലിയ നിയമ നടപടിയായി മാറിയിരിക്കുകയാണ്. ഒന്നാമതായി അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കുക. ഒപ്പം ഈ പഴയ നിയമങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ ഉള്ളിലെ ഭൂമി കൂടി തിരിച്ചുപിടിക്കുക. ഇതൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കൂടി വിഷയമാണെന്നാണ് വിലയിരുത്തലുകൾ. ആറാമത്തെ ഭാഗം യാഥാർത്ഥ്യ പരിശോധന. നമ്മൾ ദക്ഷിണേഷ്യയിലെ ഈ പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ ഒരു ആഗോള പശ്ചാത്തലത്തിൽ കൂടി കാണേണ്ടതുണ്ട്. അനധികൃത കുടിയേറ്റം തടയുക എന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ മാത്രം പ്രശ്നമല്ലല്ലോ. അത് അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലായാലും ഇനി യൂറോപ്പ് ആഫ്രിക്ക അതിർത്തിയിലായാലും ശരി, ഇത് വളരെ സങ്കീർണമായ ഒരു ആഗോള വെല്ലുവിളിയാണെന്ന് നമുക്കിതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഒരിക്കൽ അതിർത്തി കടന്ന ഈ പ്രാദേശിക ജനങ്ങൾക്കൊപ്പം ചേർന്ന് അവർ സ്വന്തമായി ആധാർ കാർഡോ റേഷൻ കാർഡോ ഒക്കെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നീട് അവരെ രാജ്യത്തെ പൗരന്മാരിൽ നിന്ന് എങ്ങനെ വേർതിരിച്ചെടുക്കും? നിയമപരമായി അതൊരു വലിയ തലവേദനയാണ്. സത്യത്തിൽ ഇതാണ് സർക്കാരുകൾ നേരിടുന്ന ഏറ്റവും വലിയ കടമ്പ. അതുകൊണ്ട് അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്തെ ഈ വലിയ വാഗ്ദാനങ്ങളും കുടിയൊഴിപ്പിക്കലുമൊക്കെ ശരിക്കും യാഥാർത്ഥ്യമാകുമോ? അതോ ഇതൊക്കെ വെറും തെരഞ്ഞെടുപ്പ് വാചാടോപങ്ങളായി മാത്രം അവശേഷിക്കുമോ? ഭൗമരാഷ്ട്രീയത്തിലെ ഈ വലിയ വിടവിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ.